KSRTC പൈസ ചോദിക്കുന്നു എന്ന് പറയണ്ട. KSRTCയുടെ ദാരിദ്ര്യമൊക്കെ മാറും, നിങ്ങൾ പേടിക്കണ്ട. ശമ്പളവും 1-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ മാറും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. KSRTC ജീവനക്കാർ 1-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം വാങ്ങും. ഇന്നലെ ഗവൺമെന്റ് ശക്തമായ തീരുമാനം എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ അടുത്തൊരു വർഷത്തേക്ക് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യം വഴി പെൻഷൻ കൊടുക്കാനുള്ള നടപടിയായിട്ടുണ്ട്. പെൻഷൻ ഇല്ലാന്നുള്ള പരാതി പോയി. ഒരു മാസം 35 ലക്ഷം രൂപ മാറ്റിവെക്കുന്നുണ്ട്. ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം എന്ന നിലയിൽ KSRTC ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും റിലീസ് ചെയ്യാൻ. അത് യാതൊരു പ്രയോറിറ്റി ഇല്ല. മന്ത്രി മാനേജിംഗ് ഡയറക്ടർ എന്ന് വിചാരിച്ചാൽ ഒരു പൈസ മാറ്റാനാകൂല. ഞാൻ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു കഴിഞ്ഞു. ആ സീനിയോറിറ്റിയിൽ എല്ലാവർക്കും തരും. അസുഖവും പല കാരണങ്ങളുണ്ട്, അതൊന്നും നമ്മൾ കൗണ്ടർ ചെയ്യുന്നില്ല, എല്ലാം കൊടുക്കും. KSRTCയിലെ ജീവനക്കാർക്ക് ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി ശസ്ത്രക്രിയ തുടങ്ങിയ ശസ്ത്രക്രിയകൾ വരികയാണെങ്കിൽ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് പൈസ ഇപ്പൊ കൊടുക്കാതിരിക്കുന്നത് മാറ്റിക്കൊണ്ട് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് ജപ്തിയാകും എന്ന് കണ്ടാൽ 1 ലക്ഷം രൂപ വരെ കൊടുക്കും. അതിൽ താഴെ ചോദിക്കുന്നവർ കൊടുക്കും. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. KSRTC ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. നഷ്ടത്തെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഓടുന്ന കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ 0യ്ക്ക് താഴെയാണ് വരുന്നത്. അത് മാറ്റും. നമ്മൾ മുഴുവൻ റീഷെഡ്യൂൾ ചെയ്യാൻ പോകാൻ. മൊത്തം റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ എല്ലാ കൌൺസിലർമാർക്കും അതിൽ പങ്കുചേരാം. അത് ഈ സിറ്റിയുടെ എല്ലാ മുക്കിലും മൂലിലും എത്തത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യും. അതിന്റെ തുടക്കം എന്ന നിലയിൽ നമ്മൾ ഈ വണ്ടികളിൽ 6 വണ്ടികൾ മാറ്റിവെക്കുകയാണ്. ഇതിൽ 12 എണ്ണം സിറ്റി ഡിപ്പോയിലും 6 എണ്ണം പേരൂർക്കട ഡിപ്പോയിലേക്കാണ് പോകുന്നത്. 8 എണ്ണം പേരൂർക്കട ഡിപ്പോയിലേക്കാണ് പോകുന്നത്. അതിൽ 6 വണ്ടികൾ മാറ്റിവെക്കുന്നത് കോവളം ബീച്ചിൽ നിന്ന് സർവീസ് റോഡ് വഴി കഴക്കൂട്ടത്തേക്ക്. കാരണം വണ്ടികളേ ഇല്ല അതുവഴി. കോവളം ബീച്ച്, തിരുവല്ലം, ഇഞ്ചക്കൽ, ചാക്ക, വേൾഡ് മാർക്കറ്റ്, ലുലു മാൾ, ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, കഴക്കൂട്ടം. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം MLAയുടെയും കൂടി ഒരു അഭ്യർത്ഥന. അതുകൊണ്ട് അവിടെ നഗരത്തിന്റെ ഭാഗമാണ്, നഗരസഭയുടെ ഭാഗമാണ്. ഈ നഗരസഭയുടെ അതിർത്തിയിലെത്തുമ്പോൾ തൊട്ടടുത്തുള്ള ചില സ്ഥലങ്ങളിലേക്ക് കൂടി പോകാൻ കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ കൂടുതൽ കിട്ടും. പല സ്ഥലത്തും പോകുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് നഷ്ടമാണ്. ചില സ്ഥലത്ത് നഗരസഭയുടെ ചില ഇടവഴികളിൽ കൂടി തന്നെ കയറിപ്പോയാൽ കൂടുതൽ പൈസ കിട്ടുമെന്നൊക്കെയാണ് കാണുന്നത്. ഒരുപാട് നിവേദനങ്ങൾ കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടി ഇരുന്നിട്ട് ഒരു ആദ്യമായി പ്രാഥമികമായി അവരൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്കും തരാം. മേയർ അടക്കം കൌൺസിലർമാർക്ക് അതിലെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തി ഒരു ജനകീയമായി, കാരണം ഒരു പ്രദേശത്തെ വികാരം അറിയുന്നത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളാണ്. കേരളം മുഴുവൻ പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. MLAമാരുടെ അധ്യക്ഷതയിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെയും കൂടി ഇരുത്തിക്കൊണ്ട് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമസഭകൾ നടത്തി കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ റോഡുകൾ മുഴുവൻ നോട്ടിഫൈ ചെയ്യാൻ